ഡയറക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻ. പിണറായും ബോഡിയും തമ്മിലുള്ള ധാരണയല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളിലും. അതൊക്കെ സതീശൻ ഉൾക്കൊള്ളുകയും ചെയ്യും. അതിനകത്തൊന്നും കുഴപ്പമൊന്നും. വനിതാ മന്ത്രി ആരാണ് കല്ലെറിഞ്ഞത്? ഞാനും കല്ലെറിഞ്ഞിട്ടില്ല. കല്ലെറിയല്ല, അറിയാലോ, താങ്കൾക്ക് അറിയാലോ എന്താ അവിടെ ഷി ഹാസ് ഗോട്ട് ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. ഞാനും പിണറായി വിജയനും കൂടെ ഒരുമിച്ചാണ് തീരുമാനമെടുത്തത് 45 മീറ്റർ വേണം. താങ്കൾ മുഖ്യമന്ത്രിയായാലും വെള്ളാപ്പള്ളി കാറിൽ കയറ്റും? വെള്ളാപ്പള്ളി അല്ല, പോളിനെയും കയറ്റും. നിങ്ങളെല്ലാവരും കയറ്റും. കോൺഗ്രസിന് UDFനും വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളാണ്. ജനങ്ങളൊരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് വളരെ എവിഡൻ്റാണ്. കാരണം കഴിഞ്ഞ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ, അത് ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിച്ചു. അതുമാത്രമല്ല, പിന്നീട് വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് UDF 18 സീറ്റ്, 20-ൽ 18 സീറ്റ് നേടി. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ, അതിന് നമ്മൾ വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള ജനവിധികളായിരുന്നു. ആ ജനവിധികളൊക്കെ കോൺഗ്രസിനും UDFനും അനുകൂലമായി. അപ്പം തന്നെ അത് ജനങ്ങളുടെ മൂഡാണ് തെളിയിക്കുന്നത്. അപ്പം ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഒന്നാമത് ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ സർക്കാർ. കഴിഞ്ഞ തവണ അവർ ജയിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം കോവിഡും അതോടൊപ്പം തന്നെ പ്രളയവും ഒക്കെ അവരെ സഹായിച്ചു. ഗവൺമെൻറ് ഒരു രക്ഷകൻ്റെ റോളിലായിരുന്നു. അതിവിടെ മാത്രം, ലോകം മുഴുവൻ കോവിഡ് സമയത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ മമതാ ബാനർജിക്കുണ്ടായി. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും തമിഴ്നാട്ടിൽ എടപ്പാടിക്ക് എത്രയും സീറ്റ് കിട്ടിയത്. നമ്മൾ ഇൻ്റർനാഷണലായി നോക്കിയാൽ തന്നെ ബോറിസ് ജോൺസൺ ഏറ്റവും മോശം പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിക്കാൻ കഴിഞ്ഞു ആഫ്റ്റർ ദിസ് കോവിഡ്. സോ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സഹായം ചെയ്തൊരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ രക്ഷകരായി കണ്ടു എന്നുള്ളത് സത്യമാണ്. കാരണം ഇങ്ങനൊരു സാഹചര്യം ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ. കോവിഡ് പെട്ടെന്ന് വന്ന ഒരു മഹാമാരിയായിരുന്നല്ലോ. അതിൻ്റെ അന്ന് കൊടുത്ത മരുന്നുകൾ, കിറ്റുകൾ, സൗജന്യമായ ഭക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്ന്, പെൻഷൻ, ഇതെല്ലാം വരെ ഇതിൽ സഹായിക്കുകയുണ്ടായി. ഇപ്പോൾ ആ സാഹചര്യമൊന്നും നിലവിലില്ല. പിന്നെ തന്നെയല്ല, 10 വർഷത്തെ അവരുടെ പെർഫോമൻസ് എസ്പെഷ്യലി ഫോർ ലാസ്റ്റ് 5 years വളരെ ഡിസ്മലാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പ്രചരണ തന്ത്രങ്ങൾ, സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങളല്ലാതെ മറ്റൊന്നും സർക്കാരിൻ്റേതായ ജനങ്ങൾക്ക് ഫീൽ ചെയ്യത്തക്കായ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ലെഫ്റ്റ് ഗവൺമെൻറ് ചെയ്ത കുറേയേറെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സിനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട്, വിഴിഞ്ഞം മാതിരിയുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ മേപ്പാടിയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത വീടുകൾ വളരെ കൃത്യമായി ടാഞ്ചിബിളായിട്ട് ജനത്തിന് മുന്നിൽ കാണിക്കാവുന്ന കുറച്ച് നേട്ടങ്ങളുമായിട്ടാണ് ഇടത് സർക്കാർ നിൽക്കുന്നത്. അതിനെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? അതൊന്നും എവരുടെ നേട്ടങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഒന്ന്, വിഴിഞ്ഞം തുടങ്ങിയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അന്ന് ആ പദ്ധതിക്കെതിരെ 4000 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ആദ്യം. 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചവരാണിവർ. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിനുള്ള കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമായിരുന്നു. പിന്നെ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടേതായ എന്ത് പദ്ധതി കൊണ്ടുവന്നു? വിഴിഞ്ഞം ഈ ചൂരൽമലയിലുണ്ടായ ദുരന്തം 1 വർഷം കഴിഞ്ഞു അവിടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ. വാസ്തവത്തിൽ ആ ആളുകൾ മുഴുവൻ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇതിനേക്കാൾ വേഗതയിൽ സർക്കാരിന് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ അവിടെ പ്രോമിസ്, അതേസമയം തന്നെ ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞ് തന്നില്ല. പിന്നെ ലീഗ് അവരുടെ സ്ഥലം കണ്ടെത്തി, ഞങ്ങളിപ്പം ഞങ്ങളുടെ സ്ഥലം കണ്ടെത്തി. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് ഗവൺമെൻറ് കഴിഞ്ഞില്ല. ഇപ്പം എല്ലാവരും അവരുടേതായ രീതിയിലുള്ള വീടുകൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. കേരളത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും എക്സ്ട്രീം പോവർട്ടി കാണാം. അപ്പോൾ അതിൻ്റെ കഥകൾ ധാരാളമായി പുറത്തു വരികയുണ്ടായി. അത് പറയുന്നത് ശരിയല്ല. ഇറ്റ്സ് ഓൺലി എ പബ്ലിസിറ്റി. ചൂരൽമലയിൽ തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ചൂരൽമലയിൽ സർക്കാർ 1 വർഷം എടുത്തു കഴിഞ്ഞാൽ 1 വർഷം ഇത്തരം വലിയൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു മിനിമം സമയമാണ്. ആ മിനിമം സമയം കൊണ്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് പ്രഖ്യാപിച്ചതിൽ
ഒട്ടും തന്നെ നടപ്പിലാക്കിയിട്ടില്ല, മാത്രമല്ല നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഇംപ്രഷൻ കൊടുക്കുന്നുമുണ്ട്. കോൺഗ്രസ് ഫെയിൽ ചെയ്ത ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നമുക്ക് സർക്കാർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ സർക്കാർ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ MLA-മാർ ഞങ്ങളൊക്കെ ഫണ്ട് കൊടുത്തതാണ്. കർണാടക ഗവൺമെൻറ് 20 കോടി രൂപ പ്രോമിസ് ചെയ്ത് 10 കോടി കൊടുത്തു. തന്നെയുമല്ല, ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞത്. അത് തന്നില്ല. ഞങ്ങൾക്ക് കണ്ടെത്തി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ തീർക്കാമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തരാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ കണ്ടെത്തി സ്ഥലമാണ്. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ച സ്ഥലത്താണ് ഇപ്പം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പുനരധിവാസം നടത്താമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ ഭരണപക്ഷത്ത് ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞു. നമ്മളിപ്പം മറുപക്ഷത്തേക്ക് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് 3-4 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നേതാവ് ആരാണെന്ന് ഉറക്കെ പറയാൻ പറ്റാത്ത ഒരു UDF-നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ജനം എന്ത് പ്രതീക്ഷയിൽ, ഇത് മോശം, ഇപ്പോൾ ഭരിക്കുന്നവർ മോശമാണ്, പക്ഷേ എതിർപക്ഷത്തുള്ളവർ ഇതിനേക്കാൾ ബെറ്റർ ആണെന്ന് ജനം ഏത് രീതിയിൽ വിശ്വസിക്കണം? ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാംസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഈ ഗവൺമെൻറ് മോശമായതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. അതൊരു വശം. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്. കേരളത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാറ്റമുണ്ടാകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളുടേത്. അത് ഞങ്ങളുടെ പോസിറ്റീവ് അജണ്ടയാണ്. ഞങ്ങൾ കേരളത്തിൽ ഇപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇവിടെ FDI എന്ന് പറഞ്ഞാൽ 300 കോടി രൂപയാണ് ആകെയുള്ളത്. അതേസമയം കർണാടകം, തമിഴ്നാട്, തൊട്ടടുത്ത കർണാടക, അതുപോലെ മഹാരാഷ്ട്ര, അവിടെയൊക്കെ നമ്മളെക്കാൾ 100-150 ഇരട്ടി FDI വരുന്നു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കോൺക്ലേവുകൾ നടത്തും എന്നുള്ള അതിന് MOU ഒപ്പിടും. പക്ഷേ ഇതൊന്നും പ്രായോഗികമല്ല. ഒരു വ്യവസായം ഇവിടെ വന്നിട്ടില്ല 10 വർഷത്തിൻ്റെ. ഒരു വ്യവസായം ഒന്നുമല്ല. വരുമെന്ന് പറയാൻ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെൻറ്റ് മുഖേന പെർമനൻറ്റ് അസറ്റ്സ് ഉണ്ടാക്കുക, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ FDI, നമ്മുടെ CDA, നമ്മുടെ ക്യാഷ് ഡിപ്പോസിറ്റ് റേഷ്യോ പരിശോധിച്ചാൽ ഇന്ത്യയിലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഡിപ്പോസിറ്റ് ഉള്ളത് കേരളത്തിലാണ്. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള ലോൺ കൊടുത്ത് ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നടപടികളില്ല. ഇപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് റേഷ്യോ ഇവിടെ കുറവാണെങ്കിൽ നമ്മളെക്കാൾ എത്ര മുന്നിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പം ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഒരു കോൺഗ്രസ്സിന് ഒരു 10 വർഷം മുന്നേ വരെ കോൺഗ്രസ്സിന് ഒരു പ്രോ ഡെവലപ്മെൻറ്റ് പാർട്ടിയായിട്ടും CPM-ന് ഒരു ആൻറ്റി ഡെവലപ്മെൻറ്റ് പാർട്ടിയായിട്ടാണ് പൊതുവെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിയാൽ ഏതൊക്കെ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുന്നു അതിനെല്ലാം എതിർക്കുന്ന ഒരു പാർട്ടിയുടെ രൂപമാണ് കോൺഗ്രസ്. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിൽ അതിനെ എതിർത്തു, ഗെയിൽ പൈപ്പ് ലൈനെ എതിർത്തു, വിഴിഞ്ഞം പദ്ധതി ഇവിടെ വരില്ല എന്ന് ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ പറയുന്നതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതിനൊക്കെ എതിർക്കുന്ന ഒരു CPM-ൻ്റെ ഒരു B ടീം പോലെ ആൻറ്റി ഡെവലപ്മെൻറ്റ് പൊസിഷൻ എടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് കഴിഞ്ഞൊരു കുറച്ച് കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം കോൺഗ്രസിന് ഹെൽപ്ഫുൾ ആയിരിക്കും? ഒരിക്കലും അല്ല, ഞങ്ങൾ അങ്ങനെ മാറിയിട്ടില്ല. ഈ കേരളം ഇത്രയും പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ നയങ്ങളായിരുന്നു. ട്രാക്ടർ വന്നപ്പോൾ ട്രാക്ടർ കത്തിച്ചു, ടെലിവിഷൻ വന്നപ്പോൾ വിഡ്ഢിപ്പെട്ടിയാണെന്ന് പറഞ്ഞ് അതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത്രയും കാലം കേരളത്തെ പുറകോട്ട് കൊണ്ടുപോയത് അവരാണ്. ഇപ്പോഴാണെങ്കിലും ആരാണ് ഗെയിൽ പൈപ്പ് ലൈനെ എതിർത്തത്? ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് ഇട്ട് മുന്നോട്ട് വന്നത്. ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവായിരുന്നു. അതിനെതിരെ കേരളത്തൊട്ടാകെ സമരം നടത്തിയ CPM ഞങ്ങളല്ല, ഞങ്ങളതിനെ സമരം നടത്തില്ല. ഹൈവേക്ക് ഞങ്ങളെവിടെയാണ് സമരം ചെയ്തത്? ഹൈവേക്ക് സമരം ചെയ്തത് എവർ തന്നെയാണ്. 45 മീറ്റർ ഹൈവേക്ക് വേണമെന്നുള്ളത് എൻ്റെ നിലപാടായിരുന്നു. ആ നിലപാടിനോട് പിണറായി ചോദിച്ചു. ഞങ്ങൾ സംയുക്തമായിട്ടാണ് സർവകക്ഷി യോഗം വിളിച്ച ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് തീരുമാനം എടുപ്പിച്ചത്. ഞാൻ പാർട്ടി പ്രസിഡൻറ്റ്, KPC പ്രസിഡൻറ്റ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ തീരുമാനം എടുത്തത്. അന്ന് ഉമ്മൻചാണ്ടി അതിന് അനുകൂലമല്ലായിരുന്നു, അച്യുതാനന്ദനും അനുകൂലമല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. വി ആർ നെവർ അഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ്. വൈ ഷുഡ് ബി? ഞങ്ങൾ ഡെവലപ്മെൻറ്റിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നമ്മുടെ ഇക്കോണമി വളരണം, നമ്മുടെ ആളുകൾ കേരളം വിട്ടു പോകാൻ പാടില്ല. വൈ അവർ പീപ്പിൾ ആർ ഗോയിങ് ഔട്ട് സൈഡ്? എന്താണ് ഈ എക്സോഡസ് ഉണ്ടാകാനുള്ള കാരണം? കാരണം ഇവർക്ക് ഒരു ബെറ്റർ ജോബ് കിട്ടുന്നില്ല, ബെറ്റർ സാലറി കിട്ടുന്നില്ല.
ഇവരെങ്ങനെ ജീവിക്കും? ഇപ്പം തന്നെ ഞാൻ ഇന്ന് നഴ്സസിൻ്റെ ഒരു സമരത്തിൽ പോയി. ആകെ 12,000 രൂപയാണ് കിട്ടുന്നത്. ഈ നഴ്സസൊക്കെ വെളിയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താ? അവർക്ക് ബെറ്റർ പേ കിട്ടും, അത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും. അപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരായ ആളുകൾ കൂടുതൽ വെളിയിൽ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വേണ്ടത്ര നല്ല വിദ്യാഭ്യാസവും ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. 10 വർഷം ഇവർ എതിർത്തതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിന്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിണറായി വിജയൻ അതിന് വേണ്ടി ബില്ല് കൊണ്ടുവരികയാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പോൾ പ്രശ്നം 10 years നമുക്ക് നഷ്ടപ്പെടുത്തിയത് ഇവരല്ലേ? അതെ, ഈ CPM എന്തിനെ എതിർക്കുന്നു എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറയുന്നത്. CPM എതിർക്കുന്നു, അതോടുകൂടി കോൺഗ്രസ് ആ പദ്ധതികൾ വേണ്ടാന്ന് വെക്കുന്നു. നാഷണൽ ഹൈവേയുടെ ഓഫീസ് ഇവിടെ പൂട്ടി പോയതാണ്, ഗെയിൽ പൈപ്പ് ലൈൻ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്, വിഴിഞ്ഞം പദ്ധതി മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ CPM എതിർത്തത് കൊണ്ടാണെന്ന് പറയുന്നു. CPM ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസും ഇതുപോലെ തന്നെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ CPM കൃത്യമായിട്ട് ഈ എതിർപ്പിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പൊതുജനത്തിന്റെ പെർസെപ്ഷനിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു, പുതിയ പ്രോജക്ട്സ് കൊണ്ടുവരുന്നു, CPM എതിർക്കുന്നു, നിങ്ങൾ അതിൽ തടഞ്ഞ് അവിടെ നിർത്തി പദ്ധതി പകുതിയാക്കി നിർത്തുന്നു. CPM എന്ത് എതിർപ്പ് വന്നാലും ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു വിൽ പവർ, ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണ് CPM ലീഡ് ചെയ്യുന്നതെന്നുള്ളൊരു പെർസെപ്ഷൻ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ആ പെർസെപ്ഷനെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? അങ്ങനെയുള്ള യാതൊരു പെർസെപ്ഷനും ഇല്ല. ഇവിടെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ചെയ്ത് ഒപ്പിട്ടാൽ ജയിലിൽ അടയ്ക്കുമെന്ന്, അല്ലേ? ഓർമ്മയില്ലേ? ഞങ്ങൾ അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒപ്പിടായിരുന്നു. ഞങ്ങൾ ഒപ്പിട്ടല്ലോ, സ്മാർട്ട് സിറ്റി വന്നല്ലോ. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അന്ന് ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ് ഇവരുടെ ആരോപണം. ഞങ്ങൾ പുറകോട്ട് പോയോ? ഞങ്ങൾ ഒപ്പിട്ടില്ലേ? മുന്നോട്ട് പോയില്ലേ? പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നു. അപ്പം അടുത്ത ഗവൺമെൻറ് ഉത്തരവാദിത്തം അത് കൊണ്ടുപോകണമെന്നുള്ളൂ. അത് അവർ ചെയ്തു. ഇറ്റ്സ് ദാറ്റ് ഡ്യൂട്ടി. അവർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പുറകോട്ട് പോകാൻ പറ്റുമോ? എന്നിട്ടും അവർ മുടക്കാൻ നോക്കിയില്ലേ? രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു, എൻക്വയറി കമ്മീഷനായിട്ട് വെച്ചു. ഞങ്ങൾ പുറകോട്ട് പോയോ? ഇവരെല്ലാത്തിനും എതിർത്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നാഷണൽ ഹൈവേയുടെ കാര്യത്തിലോ? ഹൈവേയുടെ കാര്യത്തിൽ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? ഇല്ലല്ലോ, അല്ലല്ലോ, പോയതാണ്. നാഷണൽ ഹൈവേ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളാരും എതിർത്തിട്ടില്ല ഇത്. ഞാനും പിണറായി വിജയനും കൂടെ ഒരുമിച്ചാണ് തീരുമാനമെടുത്തത് 45 മീറ്റർ വേണം. അതിന് പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്റ്റോഫർ തിരുമേനി ഞങ്ങൾ YMCA ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ ലോകത്തെമ്പാടും ഇത്രയും നല്ല റോഡുകൾ, നമുക്ക് റോഡുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ റോഡ് അന്ന് 30 മീറ്റർ മതിയോ 45 മീറ്റർ തർക്കമായിരുന്നു. സോ ബോത്ത് ഓഫ് us decided that we will go ahead with the 45 meters. ഉമ്മൻചാണ്ടിയെതിരായിരുന്നു, അച്യുതാനന്ദനെതിരായിരുന്നു, സുധീരനെതിരായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. പക്ഷേ ഞാൻ UDF പാർലമെൻ്ററി പാർട്ടി വിളിച്ചു, UDF യോഗം വിളിച്ചു, അദ്ദേഹം LDF യോഗം വിളിച്ചു. വീരേന്ദ്രകുമാർ മാത്രമാണ് എതിർത്തത്. അവസാനം ആ എതിർപ്പോടു കൂടി തന്നെ ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു, അംഗീകാരം വാങ്ങുകയാണ്. അങ്ങനെ 45 മീറ്റർ. ഇല്ലേ, കേരളം ഇപ്പോഴും 30 മീറ്റർ ചെയ്യുന്നത്. അതൊരു നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെൻറ് പറയുന്ന നല്ല കാര്യങ്ങളോട് അനുസരിക്കാൻ അല്ലെങ്കിൽ യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളൊരിക്കലും വിധ്വംസകമായ സമീപനം നമുക്കില്ല. താങ്കളുടെ സമയത്ത് അതായിരുന്നു. കഴിഞ്ഞ 5 വർഷം കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷം കുറച്ചുകൂടി ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പോസിഷനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിൽ അതിൻ്റെ സ്വഭാവത്തിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. പൊതുവെ കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ പണ്ട് നമ്മൾ ജെന്റിൽമാൻസ് പാർട്ടി എന്നൊക്കെ പറയാമായിരുന്നു. ഇന്ന് അത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പലപ്പോഴും കാണുന്നത്. ഈ ഒരു മാറ്റം ഇപ്പോൾ സെമി കേഡർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ DNA-യിൽ അടക്കം ഒരു മാറ്റം വരുത്തിയതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇത് ആശ്വാസ്യമായ മാറ്റമാണോ കോൺഗ്രസിന്? കോൺഗ്രസ് ഈസ് എ നാഷണൽ പാർട്ടി. ദേശീയ തലത്തിലാണ് നമ്മുടെ നയങ്ങളും പരിപാടികളും സ്വീകരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി നല്ല പദ്ധതി കൊണ്ടുവന്നാൽ നമ്മളാരും അങ്ങനെ എതിർക്കാറില്ല. അതിൻ്റെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരൊരു പദ്ധതി കൊണ്ടുവന്നില്ലല്ലോ. ഏത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? നമ്മൾ നടപ്പാക്കിയ പദ്ധതികൾ മുന്നോട്ട് പോയി. അതിൽ ഗവൺമെൻറ് ഈസ് എ കണ്ടിന്യൂറ്റി. അത് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് CM ആയിരുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞൊരു പാർട്ടി, അങ്ങനെ ഒരു ചീത്തപ്പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതേ ചീത്തപ്പേര് ഇന്നിപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഒരു വനിതാ മന്ത്രിയെ മാൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുകയും അതൊരു വലിയ ചർച്ചയാവുകയും അതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു ട്രഡീഷണൽ ഇമേജിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. വനിതാ മന്ത്രി ആരാണ് കല്ലെറിഞ്ഞത്? ഞാനും കല്ലെറിഞ്ഞിട്ടില്ല. കല്ലെറിയല്ല, അറിയാലോ, താങ്കൾക്ക് അറിയാലോ എന്താ അവിടെ സംഭവിച്ചത്. She has got the best actress award.
നമ്മളാരും ഒന്നും ചെയ്തില്ല. അവരടുത്തേക്ക് പോലും കുട്ടികൾ ചെന്നില്ല. അവർ ഇതിന് ശേഷം അവർ നടന്നു പോകുമായിരുന്നു. പോയി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ ഒരു ഫോൺ വന്നപ്പോഴാണ് പെട്ടെന്ന് തലവേദന വരികയും പെടൽ വേദന വരികയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഷി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. അത് ജനങ്ങൾ കണ്ടില്ലേ? പഴയ കാലത്താണ് ഇങ്ങനെ പറയാം. പക്ഷെ എവറിത്തിങ് ഈസ് ഇൻ ദ വിഷ്വൽ മീഡിയ. CCTV മീഡിയ ഈസ് ദ ഫുട്ടേജ് ഈസ് ദെയർ. യു ക്യാൻ ഫൈൻഡ് ഔട്ട്. നമുക്ക് നേരത്തെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യം തുടങ്ങാം. എൻ്റെ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഈ രണ്ട് പക്ഷവും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരിക്കലും തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാറില്ല. പക്ഷെ നമുക്കൊക്കെ എവിഡൻ്റ് ആയിട്ട് അറിയാം അത് ഏത് ഇലക്ഷനിലാണെങ്കിലും UDFൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഒരാളാണ്, അല്ലെങ്കിൽ പരമാവധി രണ്ടുപേരിൽ ഒരാളാണ്. ഇപ്പോൾ താങ്കളായിരുന്ന സമയത്ത് 2016 നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നത് വ്യക്തമാണ്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്, പിണറായിയാണ് അവരുടെ നേതാവ്. UDFൻ്റെ ഭാഗത്താകട്ടെ നോക്കുമ്പോൾ 1, 2, 3, 4 നമുക്കിങ്ങനെ എണ്ണാൻ പറ്റാത്ത രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകുക. എന്താണ് നിങ്ങളുടെ അക്കാര്യത്തിൽ? അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നേതൃത്വമില്ലായ്മ. ജനാധിപത്യത്തിൽ ഒരേപോലെ കഴിവുകളുള്ള നിരവധി ആളുകളെ പാർട്ടി വളർത്തുന്നു. അപ്പുറത്ത് അങ്ങനെ വളരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സീറ്റ് പോലും കൊടുക്കാതെ അവരുടെ സീറ്റിൽ നിന്ന് മാറി ടഫ് സീറ്റിൽ പോയി മത്സരിക്കാൻ പറയും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 3-4 നേതാക്കന്മാരുണ്ട്. പാർട്ടി ക്യാൻ ചൂസ് എനിബഡി. അതേസമയം അവിടെയാണെങ്കിൽ ഒറ്റ നേതാവേ ഉള്ളൂ. ഒറ്റയാണ്. അദ്ദേഹം തീരുമാനിക്കുകയല്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. ഇത് കുറച്ചൊരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ഞാനത് കാരണം പറയാം. എന്താ വെച്ചാൽ ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ജനം ആലോചിക്കുന്നത് ഞാൻ ഈ പക്ഷത്തിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നാൽ നല്ല ഭരണം ഉണ്ടാകുമോ, സുസ്ഥിരമാണോ, സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നാണ്. അപ്പോൾ മറുവശത്ത് അവർ ജയിച്ചാലും ഇല്ലെങ്കിലും മറുവശത്ത് അറിയാം LDF ജയിച്ചാൽ പിണറായി മുഖ്യമന്ത്രി. വലതുപക്ഷത്താണെങ്കിൽ ഒരു മുഖ്യമന്ത്രി, 2 മുഖ്യമന്ത്രി. താങ്കൾ ഈ പറയുന്ന 4-5 നേതാക്കളുടെ നല്ലതാണ്. പക്ഷെ ആരാണ് UDFൻ്റെ നേതാവ്? ദാറ്റ് ആഫ്റ്റർ ദ ഇലക്ഷൻ ദ പാർട്ടി വിൽ ഡിസൈഡ് ഹു വിൽ ലീഡ് ദ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് അവർ സിസ്റ്റം. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പാർട്ടിയുടെ നയങ്ങൾക്കല്ലേ നമ്മൾ വോട്ട് ചോദിക്കുന്നത്, നമ്മുടെ മുന്നണിയുടെ നയങ്ങൾക്കല്ലേ വോട്ട് ചോദിക്കുന്നത്. അല്ല, എന്തിന്റെ ബേസിസിലായിരിക്കും UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. സാധാരണഗതിയിൽ MLA-മാരുടെ അഭിപ്രായം തേടി ആണ് ചെയ്യാറുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ ഇപ്പൊ അതല്ല സംഭവിച്ചത് നമുക്കറിയാം. ഓപ്പോസിഷൻ ലീഡറായിട്ട് താങ്കൾക്കാണ് ഏറ്റവും അധികം വോട്ട് കിട്ടിയത്. പക്ഷെ താങ്കളല്ല ഓപ്പോസിഷൻ ലീഡർ ആയത്, VD സതീശനാണ്. അപ്പോൾ എന്തിന്റെ ബേസിസിലായിരിക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ സമയത്ത് പാർട്ടി തീരുമാനം എടുക്കും. പാർട്ടി ഇപ്പോൾ മത്സരിക്കാത്ത മറ്റൊരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അല്ല, പാർട്ടി ക്യാൻ ടേക്ക് എനി ഡിസിഷൻ. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കേരളത്തിലെങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. ആന്റണി വന്ന് മുഖ്യമന്ത്രിയായിട്ട്. പക്ഷെ അതിലൊരു ശരികേടില്ലേ സർ? അത് ജനങ്ങൾ ഇപ്പോൾ ഒരു 4 പേരെങ്കിലും മനസ്സിൽ ഇപ്പോൾ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് വോട്ട് ചെയ്യാമെന്ന് വെക്കുക. ഇത് മത്സര രംഗത്ത് ഇല്ലാത്ത ഒരാൾ UDF ജയിക്കുവാണെങ്കിൽ പെട്ടെന്ന് നൂലിൽ കെട്ടി ഇറങ്ങുകയും മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നത് വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് തന്നെ ചെയ്യുന്നത് ഒരു ശരികേടില്ലേ? അങ്ങനെ ചെയ്യുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിനൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. പോസിബിലിറ്റീസിനെ പറ്റി നമുക്ക് എന്ത് വേണമെങ്കിലും തിങ്ക് ചെയ്യാം. പക്ഷേ പാർട്ടി ഹാസ് നോട്ട് ടേക്കൺ എനി സച്ച് ഡിസിഷൻസ്. ഈ ചോദ്യം നേരെ ചോദിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, തെരഞ്ഞെടുപ്പിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാനും പറഞ്ഞിട്ടില്ല. അറിയില്ല, അങ്ങേക്ക് അറിയാമായിരിക്കും. ഇല്ല, അദ്ദേഹം ഒരിടത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഞാൻ മുഖ്യമന്ത്രി താങ്കളും പറഞ്ഞിട്ടില്ല. പറയാതെ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. അതുകൊണ്ടായിരിക്കും. ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷേ പാർട്ടിയെ നയിക്കുന്ന 2 പേരിൽ പ്രധാനപ്പെട്ട 2 പേരാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. KC വേണുഗോപാലും ഇപ്പോൾ പരസ്യമായിട്ട് പ്രചരണത്തുണ്ട്, അത് സ്വാഭാവികമാണ്. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് KC വേണുഗോപാൽ ഒരു പ്രോബബിൾ CM കാൻഡിഡേറ്റ് ആണോ? ആണെന്ന് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്രത്തോളം കാലം ഞാൻ എങ്ങനെ പറയും? കോൺഗ്രസിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്നു പറയാം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് കൂടി ഞങ്ങളുടെ നേതാക്കളായിട്ട് സീനിയർ നേതാക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഇലക്ഷന് ശേഷം തീരുമാനമെടുക്കും. ആരും അങ്ങനെ സ്വയം സ്ഥാനാർത്ഥികളാവണ്ട എന്ന തീരുമാനം കോൺഗ്രസ് പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും കൂടെ എടുത്തു. അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇലക്ഷന് മുന്നേ അങ്ങനെ പരസ്യമായി പോരുണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണോ അങ്ങനെ? അല്ല, നമ്മുടെ ഒരു സിസ്റ്റം അതാണ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആരും ഇപ്പം അതിനുശേഷം ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല. ഈ
ഈ CM പ്രോബബിൾസ് ആയിട്ട് പറയപ്പെടുന്ന പേരുകൾ ഒന്ന് താങ്കളുടേതാണ്, ഒന്ന് VD സതീശൻ്റേതാണ്, ഒന്ന് KC വേണുഗോപാലിൻ്റേതാണ്, പിന്നെ സൈഡിലൂടെ ശശി തരൂരിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഈ 4 പേരുകളും നായന്മാരാണെന്നുള്ളൊരു സവിശേഷത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളിപ്പോൾ ആദ്യം ജനിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ കുറ്റമാണോ? അല്ല. ഈ നായന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു താങ്കളും VD സതീശനും തമ്മിലുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു സമവായത്തിൻ്റെ ആളാണ്. സമുദായ നേതാക്കന്മാരെ കാണുന്നതിൽ വലിയ ഈഗോ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഓൺ ദ അതർ സൈഡ് VD സതീശൻ പറയുന്നത് ഞാൻ ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോവാറില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അടിക്കുന്ന ആളാണ്. ഭയങ്കര ടോട്ടലി ഓപ്പോസിറ്റായ 2 നിലപാടുകളാണ് നിങ്ങൾ രണ്ടാളുടെ. ഞാനെപ്പോഴും സമവായത്തിൻ്റെ ആളാണ്. കാരണം നമ്മൾ പൊളിറ്റിക്സിൽ നിൽക്കുമ്പം യു ഹാവ് ടു ക്യാരി എവരിബഡി. അതാണ് എൻ്റെ ചിന്ത. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. കോൺഗ്രസ് ഈസ് എൻ അംബ്രല്ല ക്യാരിയിങ് എവരിബഡി ടുഗദർ. അതാണ് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈൽ. അതാണ്. തന്നെയുമല്ല, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ട് പോകണം. പ്രത്യേകിച്ച് നമ്മൾ ലീഡർഷിപ്പ് ഇരിക്കുമ്പം എല്ലാവർക്കും നമ്മളെ സമീപിക്കാനും പറയാനും അവരുടെ ഒപ്പീനിയൻ മനസ്സിലാക്കാനും അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ആ ഒരു നിലപാട് ചെയ്യും. പിന്നെ വി ആർ ലിവിങ് ഇൻ എൻ ഇറ ഓഫ് കൊയിലേഷൻ. അപ്പോൾ കൊയിലേഷനകത്തൊക്കെ എപ്പോഴും എന്താണ് കൂടുതൽ കൺസെൻസസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പാർട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് മെയ്ഡ് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ദാറ്റ്. മനഃപൂർവ്വമൊന്നും അല്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എപ്പോഴും. പാർട്ടി താല്പര്യങ്ങൾ ഉറച്ചു നിൽക്കുമല്ലോ. VD സതീശന് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. സമവായം ആവശ്യമാണെന്നുള്ളത്. എവരിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ. പുള്ളി അങ്ങനെ ഇപ്പം മുന്നണിയെ കൊണ്ടുപോകുന്നില്ലേ. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാം യോജിച്ചൊക്കെ പ്രവർത്തിക്കുമല്ലോ. താങ്കളുടെ സ്റ്റൈലിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, 2016-21 സമയത്തെ ഒരു മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നതാണ്. താങ്കൾ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നത് സ്പ്രിംഗ്ലർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറി ആണെങ്കിലും പലതിലും സർക്കാരിനെ തീരുമാനം പിൻവലിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച വിഷയങ്ങൾ കൊണ്ടുവന്നു. താങ്കളൊരു നല്ല കൺസെൻസസ് ഉള്ള നേതാവായിരുന്നു. എന്നിട്ടും അതിന് പൊളിറ്റിക്കലി ഇലക്ട്രലി അതിനൊരു ഗെയിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് താങ്കളുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിനെ അല്ലെങ്കിൽ അത് പോരാ എന്ന് കണ്ടിട്ടാണോ VD സതീശൻ്റെ പീരീഡിൽ 5 വർഷം വളരെ അഗ്രസീവായിട്ട് ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്? അല്ല, ഞാനും അഗ്രസീവായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അഗ്രസീവ്നെസ്സിനൊന്നും കുഴപ്പമില്ല. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കണ്ടെത്തുകയും അഗ്രസീവായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥ, 5 പേർക്ക് പോലും വെളിയിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഇവിടെ മറ്റു പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് വിലയിരുത്തുന്നത് താങ്കൾ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നു സെർട്ടൺലി. പക്ഷേ പാർട്ടിയിൽ നിന്ന് അതിന് വേണ്ട രീതിയിൽ പലപ്പോഴും സപ്പോർട്ട് കിട്ടിയില്ല. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വിഷയത്തിനോട് പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു ആ രീതിയിലല്ലായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. അല്ല, അതിൻ്റെ ആ സിറ്റുവേഷനാണ് പ്രധാനം. ആ സിറ്റുവേഷനകത്ത് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാർട്ടി ഒരു 1.5 വർഷം ടോട്ടലി ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അതിന് ഗവൺമെൻറ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. അല്ലാണ്ട് പാർട്ടി എനിക്കെതിരായിട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും താങ്കളെ മാറ്റി VD സതീശനെ ആക്കാനുള്ള കാരണമെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ നോക്കുമ്പോൾ, ഒരു 5 വർഷം പുറകോട്ട് നോക്കുമ്പോൾ തോന്നുന്നത് എന്തായിരിക്കാം ആ കാരണം? ദാറ്റ് മൈ പാർട്ടി ഹാസ് ടേക്കൺ എ ഡിസിഷൻ. ഐ അക്സെപ്റ്റഡ് ഇറ്റ്. നമുക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതുണ്ട്. പക്ഷെ എന്തായിരിക്കാം കാരണം എന്ന് ആലോചിച്ചിട്ടില്ലേ? അല്ല, കൺസിക്യൂട്ടീവായി 2 times നമ്മൾ പരാജയപ്പെട്ടല്ലോ. ഞാൻ നേതൃത്വം കൊടുത്തപ്പോൾ മാത്രമല്ല, ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തപ്പോൾ. പക്ഷെ അത് ഞങ്ങൾ അത്ര വിജയങ്ങളും ഉണ്ടാക്കി. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു കാണും. അപ്പോഴാണ്. പക്ഷേ അത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്മൂത്തായി തീർക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് എല്ലാവരോടും ചോദിച്ചതാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ അത് പറഞ്ഞില്ല എന്നൊരു ഗ്രീവൻസ് ഉമ്മൻചാണ്ടി അത് KCയോടും ചോദിച്ചിരുന്നു അല്ലേ? അതെ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പാർട്ടി എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അനൗൺസ് ചെയ്യുമ്പോഴല്ലേ അത്. അതിനകത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഐ ഷുഡ് ബി ടോൾഡ് എയർലിയർ. ദെൻ ഐ ഷുഡ് ഹാവ് മെയ്ഡ് എന്താണ് സ്മൂത്ത് ട്രാൻസിഷൻ നമുക്ക് ചെയ്യാമായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അന്ന് ഉണ്ടാകാൻ കാരണം? അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ഇനി പറഞ്ഞു ഡിഗ് ചെയ്തിട്ട് കാര്യമില്ല. ഈ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ 5 വർഷമായിട്ട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡും പൊളിറ്റിക്സുമാണ് കോൺഗ്രസിൽ
തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും വി ഡി സതീശനാണ് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ നിലപാടുകളൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലൊരു ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റികളും മറ്റ് സെക്ഷൻ സൊസൈറ്റിയിലുള്ള പല സെക്ഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു കൺസെൻസസിലൂടെ പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗത്തായിരിക്കും പലപ്പോഴും ആ ഒരു വിജയത്തിൻ്റെയൊക്കെ സാധ്യത വരുന്നത്. അപ്പം ഈ ഇത്തരം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനോടും സെക്ഷൻസിനോടും ഭയങ്കര അഗ്രസീവായിട്ട് വളരെ നെഗറ്റീവായിട്ട് ഒരു നിലപാടെടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു സാധ്യതകളായിട്ട്? ഇല്ല, നമ്മൾ സാധ്യതകളെ ഒന്നും മോശമാക്കില്ല. കാരണം നമ്മളെല്ലാവരും യോജിപ്പിച്ചേ കൊണ്ടുപോകുള്ളൂ. ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വിഭാഗങ്ങളോടൊന്നും കടുത്ത എതിർപ്പുണ്ട് എന്നുള്ളതല്ല. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷേ UDF സംബന്ധിച്ചിടത്തോളം UDF എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടി തന്നെയാണ്. അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. താങ്കളുടെ സ്റ്റൈലിൽ നിന്ന് ഘടകവിരുദ്ധമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഘടകവിരുദ്ധമാണ് വി ഡി സതീശൻ്റെ ശൈലി. താങ്കൾ വളരെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ ദിവസം സതീശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടെ നേതാവാണ് ചെന്നിത്തല. ഏതെങ്കിലും സ്റ്റേജിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഇങ്ങനെ അല്ല പോകേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനമല്ല വേണ്ടത്, ഈ ഒരു അപ്രോച്ച് അല്ല വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല വി ഡി സതീശനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളിലും. അതൊക്കെ സതീശൻ ഉൾക്കൊള്ളുകയും ചെയ്യും. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമല്ലോ. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് ഞങ്ങൾ തമ്മിൽ. ഈ ജമാഅത്ത് ഇസ്ലാമിനെ വൈറ്റ് വാഷ് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള കാര്യം താങ്കൾ ഉപദേശിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ആരാണ് വൈറ്റ് വാഷ് ചെയ്തത്? സതീശൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ അവരെ മുന്നണിയിലെടുത്തിട്ടില്ല, മുന്നണിയുടെ ഭാഗമല്ല. അതല്ല, അവർ പൊളിറ്റിക്കൽ ഇസ്ലാം അതൊക്കെ ഉപേക്ഷിച്ചു, തീവ്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള ഒരുപാട് വൈറ്റ് വാഷിംഗ് സ്റ്റേറ്റ്മെന്റ്സ് സതീശന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഇതിനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു സൈഡിൽ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയും മറുഭാഗത്ത് SNDPയെയും NSSനെയും വെറുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും, രണ്ടും പാരലലിയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. ഇത് കോൺഗ്രസിനെ പോലെ UDFന്റെ ഒരു കെട്ടുറപ്പിനെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വളർന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊരു തെറ്റായി പോയി എന്ന ഒരു സീനിയർ ലീഡർ എന്നുള്ള രീതിയിൽ താങ്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? അല്ലല്ല, അതങ്ങനെ കോൺഗ്രസിൻ്റെ നയങ്ങൾ, കോൺഗ്രസ് എല്ലാവരും ഇപ്പോഴും സ്വീകരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളും സതീശനും പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഭാഗമൊന്നുമല്ല, നമ്മുടെ മുന്നണിയുമല്ല, ഒരിക്കലും അവരെ കൂട്ടിയിട്ടുമില്ല. പിന്നെ ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പം ആരെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതിൽ കവിഞ്ഞ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ സതീശൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പലതവണ, പല പ്രസ് കോൺഫറൻസുകളിൽ. ഞാനങ്ങനെ ചെയ്യാറില്ല. താങ്കൾ അത് ചെയ്യാറില്ല, ഓഫ് കോഴ്സ് ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമേ ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ. ഈ കോൺഗ്രസിനെ പോലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് കോൺഗ്രസിന് മധ്യ കേരളത്തിലുണ്ട്. തിരിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് വേണം. കേരളത്തിൽ വളരെ വൾണറബിൾ ആയിട്ട് ഇപ്പം ഭയങ്കര കമ്മ്യൂണിറ്റികൾ തമ്മിലൊക്കെ ഭയങ്കര ഭിന്നതയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. ഇതെങ്ങനെയാണ് കോൺഗ്രസിനെ ഇങ്ങനെ വളരെ ആവർത്തിച്ച് ഒരു കാര്യവുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി മതേതര നിലപാടുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദ നിലപാടില്ല എന്ന് വളരെ പരസ്യമായിട്ട് അഗ്രസീവായിട്ട് അത് സ്ഥാപിക്കുന്നത്? ഇത് മറ്റ് കമ്മ്യൂണിറ്റികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതൊന്നുമില്ല. അതെല്ലാം കോൺഗ്രസിനെതിരായി വരില്ലേ? അങ്ങനെയൊന്നും വരില്ല. നമ്മളെ അവരെ ഒരിക്കലും ഒഫീഷ്യലായിട്ട് നമ്മൾ കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ. അവർ നമുക്ക് വോട്ട് ചെയ്യാനുണ്ടാവും, വോട്ട് ചെയ്യേണ്ട അപ്പോൾ ആരുടെ വോട്ട് ഇലക്ഷനിൽ വേണ്ടി വരും. അതല്ല, അതിനപ്പുറത്തേക്കൊരു ബന്ധം ഞങ്ങളും അവരുമായിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിൽ എന്തെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തിയിട്ടാണോ അത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ചോദിച്ച ചോദ്യമാണ്. പാർട്ടി ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഞങ്ങളങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് അവരുമായിട്ടൊരു ഐക്യമോ മുന്നണിയോ ഒന്നുമില്ലല്ലോ അതിനകത്ത്. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകമായി ചർച്ച ചെയ്തില്ല. നമ്മളെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകണം. അതിന് സതീശനും എതിരൊന്നുമല്ല. ചില ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ NSSന്റെ നേതാവ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ NSSന്റെ വോട്ട് വി ഡി സതീശന് പറവൂര് കിട്ടില്ല എന്നുള്ളത്. ഇതിലേക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ ചില ഡിസിഷൻസും ഈ ജമാഅത്ത് ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ NSSന്റെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ്ലി ഡാമേജിങ് ആണ്.
പറവൂർ പോലുള്ള സ്ഥലത്ത്. അദ്ദേഹം പറവൂരിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. NSS വോട്ട് കിട്ടിയില്ലെങ്കിലും ജയിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം കിട്ടുമെന്നേ. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പൊളിറ്റീഷ്യൻസിന്? അല്ല, അങ്ങനെ ആരും ഇവിടെ പ്ലീസ് ചെയ്യുന്നില്ല. അവർ നമ്മളെ ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യുകയോ എന്തും അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്ക് അവരുടേതായ കോൺഗ്രസ്സിന് ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ CPM ആണിപ്പോൾ അവരെ എന്താണ് കൂടുതൽ അവരുമായി ബന്ധപ്പെടുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതൊക്കെ CPM ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ല, ഞാനത് CPM കോൺഗ്രസ് എന്നല്ല ചോദിച്ചത്. രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ സംബന്ധിച്ച് സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ ചില കമ്മ്യൂണിറ്റി നേതാക്കളെ പിണക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി നേതാവിനെയും ഞാൻ പിണക്കാറില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അത് ചർച്ച ആണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഈവൻ സ്മോൾ സംഘടനകളാണെങ്കിലും അവരൊന്നും നമ്മൾ പിണക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ അവരുടേതായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരും, ചിലപ്പോൾ നമ്മൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും. ആസ് എ പാർട്ട് ഓഫ് അവർ എന്താണ് വർക്ക്. പക്ഷെ അവരുടെ ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ അവരുടെ ചില സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ ഒരു പൊളിറ്റീഷ്യൻ എന്നതിലേക്ക് താങ്കളെന്നല്ല നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ആന്റി മുസ്ലിം ആണെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. കോൺഗ്രസ് ആകട്ടെ UDF-ൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് ലീഡർഷിപ്പിന് അതിൽ നിലപാടില്ലേ? ഉണ്ടല്ലോ. ഞാൻ ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ആദ്യമായി കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെതിരെ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഐ ഡൺ ഇറ്റ്. അത് എന്നെ ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയുന്നത് എനിക്കെതിരെ കേസെടുത്ത് ഒരേ ആളെ ഉള്ളെന്ന് പറയും. അതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ വാസ് ഹോം മിനിസ്റ്റർ, ഐ ഡൺ ഇറ്റ്. ആ കോഴിക്കോടൊരു മാൻഹോളിൽപ്പെട്ട ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചില FIR-കളാണ് താങ്കൾക്ക് വലിയ പാരയായതെന്നും പൊതുവെ പറയുന്നുണ്ട്. KM മാണിക്കെതിരെയുള്ള അതൊക്കെ ഇതിനകത്തുള്ള പാർട്ട് ഓഫ് അതെ, അതൊക്കെ ഇതിനകത്തിൽ നമ്മളോരോ സ്ഥാനം വഹിക്കുമ്പോൾ നമുക്ക് നീതിപൂർവ്വം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ ജോസ് കെ മാണി ഇടയ്ക്ക് UDF-ൽ വരും എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയൊക്കെ കേട്ടു. അതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങൾ അവരുമായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് പല ആളുകളും ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ അവരെ കൂടി UDF-ൽ വരണം, UDF ഒരുമിച്ച് പോകണമെന്നൊക്കെ. പക്ഷേ ദേ ഹാവ് ടേക്കൺ എ ഡിസിഷൻ ദാറ്റ് നോട്ട് ടു കം. ഇറ്റ്സ് ഓൾ. ആര് വന്നാലും വ്യക്തി വന്നാലും നമുക്ക് ഗുണമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴ് ജോസ് കെ മാണി വന്നിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അവരില്ലാതെ തന്നെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവരുടെ മേഖലകളിൽ പോലും UDF-ന് നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സെൻട്രൽ കേരളയിലെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിലെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കേരള കോൺഗ്രസിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ഉണ്ട്. അത്രയും ബാക്കിംഗ് നിങ്ങളുടെ കൂടെയുള്ള കേരള കോൺഗ്രസിന് ഇല്ല. ഇത് രണ്ടും ഒരു ഫാക്ടറാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വളരെ ക്രിട്ടിക്കലായ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഒരു സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു ക്രിസ്ത്യൻ പാർട്ടി കൂടെ നിൽക്കേണ്ടത് ആവശ്യമല്ല. ഹൗ ക്യാൻ യു സേ ലൈക്ക് ദാറ്റ്? ബിക്കോസ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് ഞങ്ങൾ ജോസഫ് ഗ്രൂപ്പ് ജയിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളെല്ലാ ആ മേഖലകളിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളത്തിൻ്റെ ഈ മേഖലയൊക്കെ ഞങ്ങളാണ് ജയിച്ചത്. അപ്പോൾ അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് 2019 അങ്ങനെയായിരുന്നു. പക്ഷേ 2021 ചിത്രം മാറി. അതെ, അല്ല പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെയല്ലായിരുന്നു. പഞ്ചായത്ത് അങ്ങനെയല്ലായിരുന്നു, ലോക്സഭയുടെ ആയിരുന്നു. നമ്മൾ ആദ്യം വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ഈ CM വെള്ളാപ്പള്ളി കാറിൽ കയറ്റിക്കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഓപ്പോസിഷൻ അത്, പ്രത്യേകിച്ചും VD സതീശൻ അതൊരു വലിയ ഇഷ്യൂ ഒക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താങ്കളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഞാൻ എൻ്റെ കാറിൽ വെള്ളാപ്പള്ളി കയറ്റും എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരുപാട് ഡിസ്കഷൻ. ആർക്കും കയറാം, അല്ല വെള്ളാപ്പള്ളിയെ കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാറിൽ ആർക്കും കയറാം. വെള്ളാപ്പള്ളി കയറ്റിനകത്തൊന്നും മുഖ്യമന്ത്രി പുള്ളിയുടെ കാറിൽ കയറ്റി, മുഖ്യമന്ത്രി ആരും കയറ്റത്തില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തെ കയറ്റിയപ്പോഴാണ് ഈ ചർച്ചയായത്. നമ്മുടെയൊക്കെ കാലം നമുക്ക് തന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല, എല്ലാവരും കയറിയിരിക്കുന്നതുകൊണ്ട്. താങ്കൾ മുഖ്യമന്ത്രി ആയാലും വെള്ളാപ്പള്ളി കാറിൽ കയറ്റും? വെള്ളാപ്പള്ളി അല്ല, പോളിനെയും കയറ്റും, നിങ്ങളെല്ലാവരും കയറ്റും. നമുക്ക് ഈ മുഖ്യമന്ത്രി എന്നുള്ളതിൽ വിട്ടിട്ട് ബാക്കി ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ UDF-ന്റെ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച, കോൺഗ്രസിന്റെ ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. അല്ലെ ചിലയിടത്തൊക്കെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ജോസഫ് ആക്ഷനുമായിട്ടുള്ള. അതിലെ എന്താണ്? അല്ല, നീണ്ടുപോയത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് നീണ്ടുപോയല്ലോ.
ആദ്യം ധരിച്ച് നമ്മൾ ഫസ്റ്റ് വീക്കിൽ വരുമെന്നാണ് ധരിച്ച്. പിന്നെ ഇത് പല കാരണങ്ങൾ കൊണ്ട് അവർ നീട്ടിയപ്പോൾ ഞങ്ങളും നേരത്തെ ഇലക്ഷൻ അനൗൺസ് ചെയ്ത ഭയങ്കരമായ ചിലവൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് PM മതി ഇലക്ഷൻ അനൗൺസ് ചെയ്ത് പെട്ടെന്ന് ഞങ്ങളുടെ തീരുമാനമുണ്ടാവും. ഈ സർക്കാരിനെതിരായിട്ടൊരു വലിയ വേവ് ഉണ്ട് എന്ന് ഉണ്ട്. പക്ഷെ പുറത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വേവ് ഇല്ല എന്നും പറയുന്നു. വേവ് എപ്പോഴും നമുക്ക് നേരത്തെ നിർണ്ണയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു വേവും നമുക്ക് നേരത്തെ മുൻകൂട്ടി സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റത്തില്ല. അത് ജനങ്ങളുടെ വികാരം. കാരണം ജനങ്ങൾ വളരെ ഷൂടാണ് കേരളത്തിൽ. പണ്ടായിരുന്നു നമുക്കറിയാമായിരുന്നു ഏത് വീട് കോൺഗ്രസ്, ഏത് വീട് CPM, ഏത് വീട് BJP എന്നൊക്കെ അറിയാം. ഇപ്പം അങ്ങനെ ആരും പറയില്ല. ഏത് വീട് ചെല്ലുന്ന സ്ഥാനാർത്ഥിക്കല്ല വോട്ട് ചെയ്യുന്നേ പറയുള്ളൂ അല്ലേ. ഇപ്പോൾ ആളുകൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. പണ്ടറിയാമോ, ഞാൻ 82 മത്സരിക്കുമ്പോൾ 82 അന്നൊക്കെ ആളുകൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി CPM കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഹരിപ്പാട്. ഐ എം ദ ഫസ്റ്റ് കോൺഗ്രസ് MLA ഫ്രം ദയർ. ആളുകൾ അരിവാളെടുത്ത് കാണിക്കും ഞങ്ങളിതാണ്. അപ്പം എവറി ഹൗസ് ഹോൾഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് പാർട്ടി ദേ ബിലോങ്സ്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആളുകൾ അങ്ങനെ നമുക്ക് അറിയത്തില്ലല്ലോ ആരേത് അവിടെ വോട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ റെജിം ചേഞ്ച് ഉണ്ട്. അതായത് ഈ ഗവൺമെന്റ് മാറുകയാണ്. അതിൽ മറ്റേ പുതുതായിട്ട് വരുന്ന ആൾക്ക് എത്ര ഭൂരിപക്ഷം കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനാർത്ഥി ജയിക്കും, ആര് മന്ത്രിയാകും, അതിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അല്ലാതെ മാറുന്നു എന്നുള്ളൊരു പൊതുവികാരമുണ്ട്. പക്ഷെ ഇത്തവണ അത്തരം ഒരു വികാരം ഇല്ല എന്ന് തോന്നുന്നു. വളരെ ശക്തമായ വികാരമുണ്ട്. ജനങ്ങൾക്കൊരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ലെഫ്റ്റിനെതിരെയുള്ള വികാരമാണോ പിണറായി വിജയൻ എന്ന CM-നെതിരെയുള്ള വികാരം? രണ്ടും ഒന്ന് തന്നെയാണ്. ഹി ഈസ് ലീഡിങ് ദ ഗവൺമെൻറ് ആൻഡ് ദ പാർട്ടി. അപ്പോൾ രണ്ടും അതുണ്ട്. പക്ഷേ ഈ LDFന്റെ MLA-മാർക്കെതിരെ അത്തരത്തിലൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ പല മണ്ഡലങ്ങളിലും ഇല്ലല്ലോ. അത് ഇപ്പം ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ MLA-മാർക്കെതിരെ അതില്ലായിരുന്നു. കാരണം MLA-മാർ എപ്പോഴും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. പണ്ട് CPM MLA-മാർ ഒരിടത്തും പോകത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾ കോൺഗ്രസ് MLA-മാരെ പോലെ അവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ പൊതുവായ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പം അതിൻ്റേതായ പ്രതിഫലനം എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകും. UDF ഏറ്റവും മികച്ച നേട്ടം ഉണ്ടാക്കിയ അടുത്ത സമീപകാല ഇലക്ഷനിൽ എന്ന് പറയുന്നത് 2001 AK ആന്റണി വന്ന സമയത്ത്. ഇത്തവണ UDF-ന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ ഞങ്ങളൊരു 100 സീറ്റ് എയിം ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങളിപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസിന് അല്ല, UDF-ന് മൊത്തം. ഞാൻ ചോദിച്ചു കോൺഗ്രസിന്റെ സീറ്റ് എത്രയാണ്? അങ്ങനെ അല്ല, അത് തീരുമാനമായിട്ടില്ലല്ലോ ഇപ്പോൾ എത്ര സ്ഥലത്ത് മത്സരിക്കുന്നു. കഴിഞ്ഞ ലാസ്റ്റ് UDF ഗവൺമെൻറ് സമയത്ത് വലിയ വിവാദമായതാണ് ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം. ഇത്തവണ ഭരണത്തിൽ വന്നാൽ ലീഗിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ചോദിക്കുന്നില്ല എന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടി എവിടെയോ പറഞ്ഞല്ലോ. ലീഗ് ഡിസേർവിംഗ് ആണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അവരിപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നൊരു ആക്സിസ് UDF-ൽ വളരെ സ്ട്രോങ് ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നവര് ആണ് IUML. IUML കൂടുതലായിട്ട് ക്ലോസ് ടു ഉമ്മൻചാണ്ടിയായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ അവരുടെ നേതാവായിട്ട് ലീഗ് അംഗീകരിച്ചു കഴിഞ്ഞു. അല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളുടെ ലീഡർഷിപ്പ് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായുടെ ലീഡർഷിപ്പ് അംഗീകരിക്കപ്പെടുമല്ലോ എല്ലാവരും. ആണ് ഈ കൊയിലേഷൻ UDF ആകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഗവൺമെൻറ് വന്നിട്ടില്ലല്ലോ. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരെ സൗഹാർദ്ദതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മുന്നണിക്കകത്തൊന്നും ഒരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. ഒരു നല്ല അന്തരീക്ഷത്തിലാണ് പോകുന്നത്. ലീഗിന് കുറച്ചുകൂടി താല്പര്യം VD സതീഷിനോടാണെന്നൊരു സംസാരമുണ്ട്. അത് അതിൽ നല്ലതല്ലേ? ഇറ്റ്സ് എ ഗുഡ് തിങ്. പാർട്ടിയുടെ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടാകുന്നത് കോൺഗ്രസ്സിന് നല്ലതല്ലേ? പാർട്ടി തീരുമാനിക്കട്ടെ. നേരത്തെ പറഞ്ഞാൽ ഈ വികസനത്തിന്റെ ഒരു സ്ഥാനം പറഞ്ഞു. UDF ഭയങ്കര വികസനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതാണ്. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ സർക്കാർ എടുത്ത ഒരു വിവാദമായിട്ട് അങ്ങ് ഉൾപ്പെടെ നിർത്ത സ്ഥാനമുണ്ട്, ബ്രൂവറിയുടേത്, പിന്നെ ഈ ബാറിന്റെ സമയം നീക്കിയത് ഒക്കെയുണ്ട്. UDF ഭരണത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങൾ റദ്ദാക്കുക? അല്ല, അത് ഓരോ ഗവൺമെൻറ്റുകളും വരുമ്പോൾ ഓരോ സമയത്ത് എടുക്കുന്ന മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. എല്ലാ വർഷവും സാമ്പത്തിക വർഷത്തിൽ നമ്മൾ മദ്യനയം പുറപ്പെടുവിക്കണം. അപ്പം വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി അനുസരിച്ച് തീരുമാനമെടുക്കും. അല്ല, നമ്മൾ
ബ്രൂവറി ഡിസ്റ്ററിയെ ഞാൻ ആദ്യം എതിർത്തത് ബാർ സമയം കൂട്ടിയത് ഞാൻ പറയാം എന്താ എതിർത്തത്. ഒരു വെള്ളക്കടലാസിൽ സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാതെ 4 പേർക്ക് ഡിസ്റ്ററിയും 2 ഡിസ്റ്ററിയും 4 ബ്രൂവറി അനുവദിക്കാൻ എഴുതി കൊടുത്തു. ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ പോലും ഇല്ല. സ്ഥലം എവിടെയെന്നറിയില്ല, സ്ഥലമില്ല. കിൻഫ്രയുടെ സ്ഥലത്ത് ആണ് ആരംഭിക്കാൻ ഒരു കൂട്ടർ ആവശ്യപ്പെട്ടത്. ഒരു കൂട്ടർക്ക് സ്ഥലമേ ഇല്ല, ശ്രീചക്ര സ്ഥലമേ ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ എതിർത്തത്. അതുപോലെ തന്നെ ഇത്തവണ കൊണ്ടുവന്നത് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ഒരു അബ്കാരി ഗ്രൂപ്പ്, ബോട്ടിലിംഗ് പ്ലാന്റ്, ബ്രൂവറി, ഡിസ്റ്ററി എല്ലാം കൂടി പുൽപ്പള്ളി നമ്മുടെ പാലക്കാട്ട് ഇതാരംഭിക്കാൻ വന്നു. അത് നമ്മൾ എതിർത്തു, എലപ്പുള്ളി. കാരണം അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. തൊട്ടപ്പുറത്താണ്, അടുത്ത പഞ്ചായത്തിലാണ് ഇവർ തന്നെ കൊക്കക്കോള പൂട്ടിച്ച് വിട്ടത്. ഇതേ ആളുകൾ തന്നെയാണ് വെള്ളമില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. അവർ പറഞ്ഞ മലമ്പുഴയിൽ വെള്ളമില്ല. മലമ്പുഴയിലെ വെള്ളം അവിടെ വ്യവസായ ആവശ്യങ്ങൾക്കുമില്ല, കുടിക്കാനുമില്ല. പാലക്കാട്ടെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കിട്ടുന്നത് മലമ്പുഴ ഡാമിൽ നിന്നാണ്. അങ്ങനെ ഒരു റെയിൻ ഷാഡോ റീജിയനിലാണ് ഇവരിതെല്ലാം കൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിനാണ് ഞങ്ങൾ എതിർത്തത്. ഈ ബാറിൻ്റെ ടൈം ബാർ സമയം കൂട്ടിയിട്ടില്ല, അത് ക്രമീകരിക്കാമെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഇത് ഞാൻ പലരോടും ചോദിച്ചു, അവർ 9-9:30 ആകുമ്പോൾ അത് അടയ്ക്കും. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എൻ്റെ കോൺഫിഡൻസിൽ ഒരു ബാറിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്ക് അടയ്ക്കും? സാർ ഞങ്ങൾ 10:30 ആകുമ്പോൾ അടയ്ക്കും. പിന്നെ 12 മണി വരെ എന്തിനാണ് കിട്ടുന്നത്? ഇല്ല, അതിനോട് എതിർപ്പുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതാര് ഡിമാൻഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്? പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ തൊഴിലാളികൾ ശക്തമായി എതിർക്കുകയാണ് അതിന്, CIT അടക്കം. അപ്പോൾ ഇതൊന്നും ചർച്ചയില്ലാതെ ആരെങ്കിലും പറയുന്നതനുസരിച്ച് ചെയ്യുന്ന നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയം. ഈ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കി. സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പം ഒരുപാട് മാധ്യമങ്ങളിലും അല്ലാതെയും പല കോൺഗ്രസ് നേതാക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും പറയുന്നത് രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആലോചിക്കുന്നു. പക്ഷെ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ യഥാർത്ഥത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യം കൂടിയാണോ? അല്ല, അങ്ങനെയൊന്നും അതെനിക്കറിയില്ല. ഒന്ന്, രമേശ് പിഷാരടി ഫൈനലൈസ് ചെയ്തിട്ടില്ല. ചർച്ച വന്നു എന്നുള്ളത് ശരിയാണ്. നിയമസഭയിൽ ഒരു രമേശോട് വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി അഭിപ്രായം എനിക്കറിയില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല. കോൺഗ്രസ് എടുക്കുമോ അങ്ങനെ? എനിക്കതിനെപ്പറ്റി അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പം എന്താണ്? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ ഒപ്പം ഉണ്ട്, MP മാരെ കാണുന്നുണ്ട്, പരസ്യമായി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരാളിപ്പോൾ ഒരാളെ കണ്ടെന്ന് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തു തന്നെയല്ലേ. ഈ മാങ്കൂട്ടത്തിൽ വിഷയം വരുമ്പോൾ ഒരു ഇന്നവേറ്റബിൾ ക്വസ്റ്റ്യനാണ്. പാർട്ടിയിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്ന പുതിയൊരു ഗ്രൂപ്പ് എമർജ് ചെയ്തിട്ടുണ്ട് എന്ന് പൊതുവിൽ ഒരു ധാരണയുണ്ട്. ഇത് ശരിയാണോ? അങ്ങനെയാണ്. പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല. ഷാഫി ഒരു പവർ സെന്റർ ആണ് പാർട്ടിയിൽ? ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം നല്ല പ്രോമിസിംഗ് ആയ ഒരു ചെറുപ്പക്കാരൻ. അത്രേ ഉള്ളൂ. പലർക്കും പേടിയാണ് ഷാഫി എന്നും കേൾക്കാറുണ്ട്. പേടിയില്ല. എന്ത് പേടിക്കേണ്ട കാര്യമുണ്ട്? അയാൾ എന്ത് ചെയ്തു പേടിക്കാൻ? പലരെയും പുള്ളി ഇങ്ങനെ പുള്ളിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് പല തീരുമാനങ്ങളും വരുന്നത് എന്ന് പറയുന്നു. ഈസ് എ വർക്കിംഗ് പ്രസിഡന്റ് ഓഫ് ദ പാർട്ടി. അപ്പം അതിൻ്റേതായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും, സ്വാഭാവികമല്ലേ. KPCC പ്രസിഡന്റ് മത്സരിക്കുകയാണ്. KPCC പ്രസിഡന്റ് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരുപക്ഷെ UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പുതിയ PCC പ്രസിഡന്റ് വരുന്നുണ്ടാവും. PCC പ്രസിഡന്റ് മാറ്റം ഉണ്ടാകുമോ? അതൊക്കെ ഇനി എത്രയോ സമയം എടുക്കും, ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഈ മത്സരിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റിന് പകരം ചാർജ് കൊടുക്കണ്ടേ? അത് പണ്ടാ കൊടുക്കാറ്. ഞാൻ മത്സരിക്കാൻ വന്നപ്പോഴാണ് ഞാൻ തലേക്കുന്നൻ ബഷീറിനെ ഏൽപ്പിച്ചത്. അന്ന് മുതലേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ ആവശ്യമില്ല, പണ്ട് ഇല്ലായിരുന്നു. അല്ലല്ല, അതുകൊണ്ടല്ല, അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. വേണമെങ്കിൽ ചെയ്യാം, തമ്മിലടി ഉണ്ടാവില്ല. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുമായിട്ട് ബന്ധമില്ലാത്ത 2 ചോദ്യങ്ങളാണ്. ഒന്ന്, തങ്ങളിപ്പോൾ 100 സീറ്റ് UDFന് കിട്ടുമെന്ന് പ്രതീക്ഷ പറഞ്ഞു. അതേപോലെ NDA വളരെ കാര്യമായിട്ട് BJP കേരളത്തിലെ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് BJP തന്നെ പ്രതീക്ഷിക്കുന്നു. LDFന്റെ UDFന്റെ നേതാക്കൾ പോലും രഹസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട് ഇത്തവണ നേട്ടം ഉണ്ടാക്കുന്നു. ഏതാണ്ട് 5 മുതൽ 10 വരെ സീറ്റുകൾ വരെ അവർ കാണുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, BJPക്ക് കേരളത്തിൽ ഇത്തവണത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ എത്രയാണ്?
ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവർ നമ്മുടെ രണ്ട് കൂട്ടരും കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും, അത്രയല്ലാതെ അവർക്കൊരു സീറ്റ് നേടാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. സാഹചര്യം ഇല്ലെന്നാണോ പറയുന്നത്? കാരണം നിയമത്ത് പോലും കഴിഞ്ഞ കഴിഞ്ഞ തവണ കിട്ടിയില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമത്താണ് മുന്നിൽ വന്നിരിക്കുന്നത്. അതെ, പക്ഷെ കഴിഞ്ഞ തവണ അസംബ്ലി കിട്ടിയില്ലല്ലോ കഴിഞ്ഞ തവണ. അതാണ് അതിന്റെ രണ്ടാമത്തെ ചോദ്യം. അതായത് കെ മുരളീധരനാണ് കഴിഞ്ഞ തവണ ഒരുപക്ഷെ കോൺഗ്രസിന് നിർത്താവുന്ന UDF നിർത്താവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് നിയമത്ത് നിർത്തിയിരുന്നത്. എന്നിട്ട് പോലും നമുക്ക് ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇത്തവണ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിയമത്തൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല, നമുക്ക് നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും. ഒരു സീനിയർ പലർക്കും നിയമത്ത് നിൽക്കാൻ പേടിയാണ്. ബിക്കോസ് RSSൻ്റെ ഒരു ശത്രുത വിളിച്ചു വരുത്തുന്നത് പോലെയാവും നിയമത്ത് മത്സരിച്ചാലെന്നും. അതുകൊണ്ട് സീനിയർ നേതാക്കന്മാരൊക്കെ പിന്മാറിയിട്ടാണുള്ളതെന്നും ഏതെങ്കിലും ഒരു ജൂനിയർ ആളെ കണ്ടെത്തി നിയമത്ത് മത്സരിപ്പിക്കാനാണ് സാധ്യത എന്നും കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയുണ്ട്? സീനിയർ ജൂനിയർ ഒന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പവർഫുൾ ആയിരിക്കണം. അവിടെ BJP പ്രസിഡന്റ് ആണ് മത്സരിക്കുന്നത്. ആൾസോ ക്യാൻ ബി പവർഫുൾ അല്ലേ? അല്ലാണ്ട് അത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ പവർഫുൾനെസ് നമുക്ക് അളക്കുന്നത്. അപ്പോൾ RSSനെ പേടിച്ചിട്ടല്ല. നോ വൈ ഷുഡ് ബി? നമുക്ക് നല്ല സ്ഥാനാർത്ഥി ഉണ്ടാവും. ആരാന്നുള്ളത് പാർട്ടി തീരുമാനിക്കുന്നത്, ഇതുവരായിട്ടില്ല. UDFന്റെ ഇവിടുത്തെ ഒരു വിന്നബിലിറ്റി എങ്ങനെയാണ് ഇവിടുത്തെ നിയമത്തിൽ? അല്ല, അവിടെ കഴിഞ്ഞ തവണ എന്താണ് നമ്മുടെ കെ മുരളീധരൻ നല്ല വോട്ട് കിട്ടിയതല്ലേ അവിടെ. അതെ, അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് നിന്നിട്ട് പോലും 3ാം സ്ഥാനത്താണ് പോയത്. അപ്പോൾ ഒരു ജൂനിയറിനെയാണ് വൈഷ്ണവ് സുരേഷിൻ്റെ ഒക്കെ പേരാ കേൾക്കുന്നത്. അങ്ങനെ ഒരു ജൂനിയറിനെ അവിടെ നിർത്തിയാൽ അത് RSSനെ BJPയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാന്നൊരു നെറേറ്റീവ് വരാൻ സാധ്യതയില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ലതായ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ നിർത്തുന്നത് നല്ല സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും. ഇപ്പം വൈഷ്ണവ് സുരേഷിനെ പോലെ ഒരു ജൂനിയറിനെയാണ് അവിടെ നിർത്തേണ്ടത്. അതൊന്നും ആലോചിച്ചിട്ടില്ല, ടൈമുണ്ടല്ലോ. മറ്റൊന്ന്, ഇടക്കാലത്ത് ഈ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒരു ഫ്ലോ വളരെ കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. പല മുതിർന്ന നേതാക്കളുടെ മക്കളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്കളോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കട്ടെ, അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിറ്റിക്കൽ സർക്കിളിൽ വരുന്നൊരു പേരാണ് താങ്കൾ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നത്. രമേശ് ചെന്നിത്തല BJPയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് എനിക്കൊന്നും പറയാനില്ല. താങ്കളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടല്ലോ. മൈ ലൈഫ് ഈസ് ഐ എം എ കോൺഗ്രസ്മാൻ. ഐ വിൽ ഡൈ ആസ് എ കോൺഗ്രസ്മാൻ. Nobody has approached you. I am a different person. Don't ask such questions. അല്ല, അത് ഇത്രയും ഡയറക്റ്റ് ആയിട്ടൊരു ഉത്തരം വരാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പലരും BJP അടക്കം പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. Because I am a different person. ഈ കേരളത്തില് കോൺഗ്രസ് സ്ഥിരമായി ആക്ഷേപിക്കുന്ന ഒരു ഇതാണ് BJPയും CPM തമ്മിലൊരു രഹസ്യ ബാന്ധവം ഉണ്ട് എന്നുള്ളത്. പക്ഷെ തിരിച്ച് ഇപ്പം നേരത്തെ സിത്താര ചോദിച്ച പോലെ നിയമം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ശരിക്കും തിരിച്ചൊരു സ്ഥാനമല്ലേ ഉണ്ടാകുന്നത്? Who told you that we are putting a weak candidate? അങ്ങനെ എല്ലാം ഉറപ്പുവരുത്താൻ പറ്റും. We are fighting with BJP everywhere. ഇവിടെ കേരളത്തിൽ CPMഉം BJPയും തമ്മിലാണ് കൂട്ടുകെട്ട്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആരോപണം വന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി എടുക്കാൻ വന്നോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി എത്ര തവണ ED വിളിച്ചിട്ടുണ്ട്? മുഖ്യമന്ത്രിക്കെതിരെ എത്ര ആരോപണമുണ്ട്? നോട്ടീസ് അയക്കും വന്നു. ലാവ്ലിൻ കേസ് 41 തവണ മാറ്റിവെച്ചു. വായ് അല്ല, പിന്നെ എങ്ങനെ? പിണറായും ബോഡിയും തമ്മിലുള്ള ധാരണയല്ലേ? സുപ്രീം കോടതി അത്ര എളുപ്പത്തിൽ അല്ല, അങ്ങനെയല്ല. അന്ന് വരുമ്പോൾ സോളിസിറ്റർ ജനറൽ വിൽ ബി ആബ്സെൻറ്റ്. അദ്ദേഹം ഒരു ദിവസം പനിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം അബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് 41 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ഈസ് ഇറ്റ് പോസിബിൾ? കേരളത്തിൽ മാത്രമുള്ള CPMനെ സപ്പോർട്ട് ചെയ്തിട്ട് BJPക്ക് പൊളിറ്റിക്കലി എന്ത് ഗെയിൻ ചെയ്യാനാണ്? ബിക്കോസ് ദേ വാണ്ട് കോൺഗ്രസ് മുക്ത ഭാരത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ CPMനെ അവർ ഗൗരവമായി എടുക്കുന്നില്ല. CPM വരുന്നാലും പ്രശ്നമില്ല, കോൺഗ്രസ് വരരുത്. ദാറ്റ് ഈസ് ദെയർ സ്റ്റാൻഡ്. ആ ഒരു നറേറ്റീവ് സെല്ല് ചെയ്യൂ ജനത്തിന്. 100%. ജനത്തിന് അത് വിശ്വസിക്കും. 100% ജനങ്ങൾക്കെല്ലാം അറിയപ്പെടും. ഇത് ഈ കോൺഗ്രസ് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് ഒരു മുസ്ലിം വോട്ട് കൺസോൾട്ടേഷന് വേണ്ടിയാണ് എന്ന് തിരിച്ചു പറയുന്നുണ്ടല്ലോ. ഇല്ല, കോൺഗ്രസ്സിന് എല്ലാവരുടെയും വോട്ടുണ്ടല്ലോ. കോൺഗ്രസ്സിന് ഹിന്ദുസിൻ്റെ വഴി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്ത് നോക്ക്. ഹിന്ദു മേഖലകളിലും മുസ്ലിം മേഖലകളിലും ക്രൈസ്തവ മേഖലകളിലും ഒക്കെ ഞങ്ങളുടേതായ
പിന്നെ വൻതോതിലുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചിത്രവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രവും രണ്ടും രണ്ടായി. അല്ല, ഓരോ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കത്തില്ല അടുത്ത തെരഞ്ഞെടുപ്പ്. ദാറ്റ്സ് ഐ അഗ്രി. ബട്ട് പക്ഷേ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എന്തിനാണ് UDF ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അത് CPM പൊളിറ്റിക്സാണ്. അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് മുഴുവൻ പൗരത്വ നിയമത്തെപ്പറ്റി മാത്രമായിരുന്നു. ബട്ട് അത് വല്ല പ്രയോജനം കിട്ടി? പോളിസിയല്ലേ? അല്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് പരാജയപ്പെട്ടപ്പോൾ പുള്ളി അയ്യപ്പ സംഗമത്തിലേക്ക് വന്നു. ദീസ് ആർ ഓൾ ഫാക്ട്സ്. അത്രയും നേരമില്ലാത്ത ഇപ്പം തന്നെ അഫിഡവിറ്റ് കൊടുക്കുന്നു സുപ്രീം കോടതിയിൽ. ആർക്കനുകൂലമായി? വിശ്വാസികൾക്ക് അനുകൂലമായി. നേരത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സുപ്രീം കോടതി വിധിയെ രാഹുൽ ഗാന്ധി അടക്കം സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ വി നെവർ സപ്പോർട്ടഡ്. രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്തു. മേ ബി രാഹുൽ ഗാന്ധി അല്ലേ കോൺഗ്രസിന്റെ നേതാവ്. വി ഹാവ് എ ഡിഫറെന്റ് സ്റ്റാൻഡ് ഹിയർ. വി ക്യാൻ ഡിഫർ ഇറ്റ്. അതെ, താങ്കൾ അടക്കം രാഹുൽ ഗാന്ധി അടക്കം പിന്നോട്ട് പോയതുപോലെ ഞങ്ങളെല്ലാവരും ആദ്യം മുതൽ തന്നെ എടുത്ത സ്റ്റാൻഡ് ഇത് കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം തന്നെയാണ്. ഈ സുകുമാരൻ പറയുന്നത് NSS ജപമാല ഘോഷയാത്രയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കോൺഗ്രസിന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ധൈര്യം വന്നതെന്നാണ്. അതൊക്കെ വേണ്ടി വരും. ഞാൻ പാർട്ടി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിയിൽ ഡിഫറെൻറ്റ് വ്യൂ ഉള്ള ആളുകളുണ്ട്. അവരെല്ലാവരും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. പാർട്ടിയിൽ ഇപ്പം ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി പറയുന്ന ആളുകൾ ഈ പാർട്ടിയില്ലേ? ഉണ്ടാവും. ബട്ട് വെൻ വി ആർ എ പാർട്ടി വി ഹാവ് ടു ഡിസ്കസ് വിത്ത് ദാറ്റ്. അപ്പോൾ ടൈം എടുത്ത് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുത്താൽ മുന്നോട്ട് പോയത് ഞങ്ങൾ. ഇപ്പം സർക്കാർ ഒരു ഏതൊരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് ഒരു സത്യവാങ്മൂലം കൊടുത്തു. സർക്കാരിൻ്റെ നമുക്കറിയില്ല. സർക്കാരും അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടബോധമാണോ UDFിനുള്ളത്? ഞങ്ങൾക്കൊരു നഷ്ടബോധമില്ല. ദേ ആർ ഇൻ ദ റൈറ്റ് പാത്ത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ ഉള്ളതിനെല്ലാം തെറ്റുപറ്റിപ്പോയി ക്ഷമ ചോദിച്ചത് റൈറ്റ് പാത്തിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ ചോദ്യത്തിൻ്റെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ല. ഈ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് UDFിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അത് ദോഷമായി വരില്ല? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നറേറ്റീവ് അല്ല ഞങ്ങൾക്കുള്ളത്. വി സ്റ്റാൻഡ് ഫോർ സെക്കുലറിസം. വി സ്റ്റാൻഡ് ഫോർ ഗിവിങ് ഓപ്പർച്യൂണിറ്റി ഫോർ എവറി റിലീജിയൻ. അതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഇലക്ഷൻ വരുന്നുണ്ട് CPMനെ പോലെ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക, സദാം ഹുസൈൻ്റെ പേര് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് ജയിക്കുക, ഞങ്ങളങ്ങനെ ചെയ്യില്ല. വി സ്റ്റാൻഡ് ഫോർ സെക്കുലറിസം. വി ഡോണ്ട് വാണ്ട് ടു ആഡ് എനിത്തിങ് ഓൺ ദാറ്റ്. ഞങ്ങൾ അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് നിലപാടാണ്. CPM BJP ബാന്ധവം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, കോൺഗ്രസ് ഭരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ SIR നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ SIR നടപ്പിലാക്കില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് ലെഫ്റ്റ് ഭരിക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ്. SIR ഏറ്റവും മുന്നിൽ നടപ്പാക്കിയതും കേരളം തന്നെയാണ്. നടപ്പിലാക്കാതിരിക്കാൻ കാരണം ഞങ്ങളതിന് ഇവിടെ കേരളത്തിൽ എതിർത്തില്ല. കാരണം ഞങ്ങൾക്ക് നല്ല ഈ കള്ളയോട്ടെല്ലാം പോകുമല്ലോ. CPMൻ്റെ ബോഗസ് വോട്ടും കള്ളയോട്ടും മരിച്ചവരും സ്ഥലത്തില്ലാത്തവരൊക്കെ പോകും. അല്ല, കേരളത്തിൽ നമുക്കത് ഫലപ്രദമാക്കാൻ കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മരിച്ചവരുടെ പേരുകൾ ധാരാളം ഉണ്ടായിരുന്നു, സ്ഥലത്തില്ലാത്ത അതെല്ലാം ക്ലീനപ്പ് ചെയ്യാൻ കഴിയും. പ്രൊവൈഡഡ് ഇഫ് യു വർക്ക് ഹാർഡ് ഇൻ ദ ഗ്രൗണ്ട് ലെവൽ. താഴെ ഇവിടെ ഇപ്പോൾ BJP ജയിക്കുന്ന സംസ്ഥാനമല്ല, അവർക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ടാകാം ഇവിടെ ഒരു വെട്ടിനിർത്തൽ നടത്തില്ല. ആരെങ്കിലും പറഞ്ഞോ ഇവിടെ അങ്ങനെ വെട്ടി നിർത്തിയെന്ന്? ചിലപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യും. കാരണം അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ ചെയ്ത് കാണും. SIR വന്നതിന് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എതിർത്തില്ല. വൈ? ഇറ്റ്സ് എ ക്ലീനിങ് അപ്പ്. ഇവിടെ അങ്ങനെ BJPയുടെ ഒരു അമിതാധികാരമോ മറ്റു കാര്യമോ പ്രയോഗിക്കാൻ അവസരം നമ്മൾ കൊടുത്തില്ല. ഗ്രൗണ്ട് ലെവലിലൊക്കെ നമ്മുടെ ആളുകളെല്ലാം എല്ലാ BLAമാരും പാർട്ടിയും ഒക്കെ സജീവമായിരുന്നു. ഈ പറഞ്ഞതുപോലെ SIR വേണ്ടതായിരുന്നു എന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. SIR ഈസ് എ പ്രോസസ്സ്. കാരണം ഇന്ത്യയിൽ ഇപ്പം തന്നെ അത് ഓരോ ഇത്ര വർഷം കൂടിയിരിക്കുമ്പോൾ വോട്ടർ പട്ടിക റിവിഷനുണ്ട്, ഇൻറ്റൻസീവ് റിവിഷൻ. ആ റിവിഷനാണ് നടന്നത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും BJP എന്ത് ചെയ്തു? അവർക്ക് കിട്ടാത്ത ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റി. അങ്ങനെയാണ് ബീഹാറിലും ബംഗാളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി, ആസാമിലുമൊക്കെ. ഇവിടെ അതില്ല. ഇവിടെ ഞങ്ങളെ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ വെരി വിജിലൻറ്റ്. അതുകൊണ്ട് അവർക്കിത് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഇവിടെ വലിയ സ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ടാകാം അവർ ചെയ്യാത്തത്. ഇവിടെ ഒരു വിധത്തിൽ നന്നായി. കാരണം ഈ മരിച്ചവർ, സ്ഥലത്തില്ലാത്തവർ, പിന്നെ എന്താണ് വിദേശത്ത് പോയവർ, അൺലെസ് ആൻഡ് അൺടിൽ ദേ പ്രൂവ് ദാറ്റ് ദേ ഹാവ് ഹിയർ, അവർ മാറുന്നത് നല്ലതാണ്. കോൺഗ്രസിന് UDFിന് സഹായമായി.
അല്ല, അത് പൊതുവേ എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഞങ്ങൾക്കാണ് കുറച്ചുകൂടി നല്ലത്. താങ്കൾ ഈ പറഞ്ഞതിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ SIR-ന്റെ മീറ്റിംഗിൽ പോയപ്പോൾ അത് ഡിലേ ചെയ്യണം, പോസ്റ്റ്പോൺ ചെയ്യണം. അല്ല, അത് പല പല കാരണങ്ങൾ പറഞ്ഞതാണ്. കാരണം ടൈം വേണം, അത് പറഞ്ഞു. അത് നല്ലതല്ലേ. കാരണം ഇലക്ഷൻ കമ്മീഷൻ നിരവധി മീറ്റിങ്ങുകൾ വിളിച്ചിരുന്നു. അപ്പോൾ വി ഹാവ് ഗിവൺ കൺസ്ട്രക്റ്റീവ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദാറ്റ് പ്രോസസ്. അത് നല്ലതാണ്. അല്ല, ഒരു ചോദ്യം കൂടെ. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ആരാണ്? BJP ആണോ LDF ആണോ? കേരളത്തിൽ LDF-ഉം ഞങ്ങളും തമ്മിലാണ് പോരാട്ടം. നാഷണൽ ലെവൽ BJP ആയിട്ടാണ്. കാരണം കേരളത്തിൽ BJP ഈസ് നോട്ട് എ ഫോഴ്സ്. ട്രഡീഷണലി വി ആർ ഫൈറ്റിംഗ് ദി CPM ഇൻ കേരള. ഇറ്റ് വിൽ കണ്ടിന്യൂ. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. BJP ഒരു ഫോഴ്സ് അല്ല എന്നുള്ള നറേറ്റീവ് മാറുകയല്ലേ ഇപ്പോൾ? ഇത് ഏതാണ്ട് ക്ലോസ് ടു ഇല്ല, അങ്ങനെയില്ല. അല്ല, എവരി പൊളിറ്റിക്കൽ പാർട്ടി വാണ്ടഡ് ടു സ്ട്രെങ്തൻ ദിയർ ഇൻഫ്ലുവൻസ്. ദേ ആർ ആൾസോ ട്രൈങ്. അത് ശരിയാണ്. അവരുടെ വളർച്ചയെ ഞാൻ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. സംശയമൊന്നുമില്ല. അല്ല, ഏതാണ്ട് 25 സീറ്റിലെങ്കിലും വളരെ കൃത്യമായ ട്രയാങ്കുലർ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. വളരെ കൃത്യമായി 3 മുന്നണികൾ. 25 സീറ്റിലൊന്നുമില്ല, അതൊക്കെ വളരെ കുറവാണ്. അല്ല, അവരുടെ തന്നെ അസസ്മെന്റിൽ ഏതാണ്ട് 25 സീറ്റിൽ അവര് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മൂന്നാമത് നിൽക്കുന്നുണ്ട്. പക്ഷെ മൂന്നാമത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു നേതാവ് ഞങ്ങളോട് മുൻപ് സംസാരിച്ചു പറഞ്ഞാൽ മിക്കവാറും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 30,000-ന് മേളിൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ BJP വളർന്നിട്ടുണ്ട്. ആ ഒരു വലിയ ഗ്രോത്തിനെ കോൺഗ്രസ് എങ്ങനെ കുറച്ച് കാണുന്നത്? നമ്മൾ കുറച്ച് കാണുന്നില്ല. നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണുന്നു. അത് ഗൗരവത്തോടെ പാർട്ടി പരിശോധിക്കും. BJPക്ക് ഒരു 3 to 5 സീറ്റ് വരെ കിട്ടാനുള്ളൊരു സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ BJPയുടെ ഈ വളർച്ച കോൺഗ്രസിൻ്റെ എക്സ്പെൻസിലായിരിക്കുമോ CPM-ൻ്റെ എക്സ്പെൻസിലായിരിക്കുമോ? ഞങ്ങളുടെ എക്സ്പെൻസിൽ വരെ കുറച്ചൊക്കെ നേരത്തെ പോയി. ഇപ്പോൾ CPM-നാണ് പോകുന്നത്. ഇനി കോൺഗ്രസിന് പോകാനില്ല. ഇഫ് യു ലുക്ക് അറ്റ് ആറ്റിങ്ങൽ, ആലപ്പി പാർലമെൻറ്റ് ഇലക്ഷൻസിൽ കൂടുതലും പോയ CPM-ൻ്റെ വോട്ടുകളാണ് പോയത്. ഈവൻ അതർ പ്ലേസസ് ലൈക്ക് കാസർഗോഡ്, അവരുടെ വോട്ടുകളാണ് കൂടുതൽ പോയത്. ഞങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ കുറേ വോട്ടുകൾ നമ്മുടെ പോയിരുന്നു. ഇപ്പോൾ കൂടുതൽ പോകുന്നത് CPM-ൻ്റെ വോട്ടുകൾ. അപ്പോൾ അതായത് BJPയുടെ വളർച്ച ദോഷമായിട്ട് ബാധിക്കുക CPM-നെയാണ്. ദാറ്റ് ഈസ് വൈ ദേ ഹാവ് ടേക്കൺ അപ്പ് ദിസ് ഹിന്ദുത്വ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ ആരംഭിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്നും അതാണ്. അതെ. അതുപോലെ അല്ല, ഞങ്ങളതിനെ പ്രതിരോധിക്കേണ്ട കാര്യം അവരോട്ടല്ലേ പോകുന്നത്. They have to do that. അല്ല, ഞങ്ങളുടെ പരമാവധി വോട്ടുകൾ പോകാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ കൈക്കൊള്ളുന്നുണ്ട്. ഇതിലൊരു വിരോധാഭാസം ഉണ്ട്. എന്ന് വെച്ചാൽ BJP വളർന്നാൽ അതിൻ്റെ നഷ്ടം CPM-നാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു BJP-യും CPM-ഉം തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടെന്നും പറയുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച്? കാരണം അവർക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആ നാഷണൽ ലെവൽ. ഇപ്പം CPM കോൺഗ്രസ് ജയിക്കരുത് ഒരു സ്റ്റേറ്റിൽ. ഇവിടെ CPM ജയിച്ചാൽ അവർക്ക് എന്താ ഉള്ളത്? അതാണ് എൻ്റെ അവരുടെ ഉദ്ദേശം. അതാ CPM നശിപ്പിക്കാനല്ല, അവർ ഗെയിൻ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. അല്ല, അൾട്ടിമേറ്റ്ലി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലക്ഷ്യം എന്താ? അവർക്ക് വളരണമെന്നല്ലേ? അല്ലേ? അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം ദേ ഹാവ് ടു ഗ്രോ. അതിന് അവരുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനുള്ള. അതേസമയം ടാക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സോടുകൂടി പിന്നീട് വളരാമെന്നുള്ള ചിന്ത കൂടിയുണ്ട്. നേരത്തെ കോൺഗ്രസിനെ നശിപ്പിച്ചാൽ അവർക്ക് വളരാമെന്നായിരുന്നു. ഇപ്പോൾ മാറിയിട്ട് CPM-ൻ്റെ വോട്ട് വാങ്ങിച്ചിട്ട് മുന്നേറാവുന്നൊരു ചിന്ത അവർക്കുണ്ട്. എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങും VD സതീശനും തമ്മിൽ സപ്പോസ് ഹൈപ്പോത്തസിസ് ആണ്, അങ്ങും VD സതീശനും തമ്മിൽ ഒരു സമവായത്തിൽ പോകുന്നു. ഇനി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇതിൽ ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ തീർന്നില്ലേ? അങ്ങനെ ആരും നശിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. അല്ല, ഞാൻ ചോദിച്ചതാണ്. ഇതുപോലെയാണ് ഈ CPM-ൻ്റെയും BJP-യുടെയും സ്ഥാനം പറഞ്ഞത്. CPM-ഉം BJP-യും തമ്മിൽ ബാന്ധവമുണ്ട്. എന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതം BJP ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പൊരുത്തപ്പെടാത്ത ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? ടു ഗ്രോ ദംസെൽസ് അല്ലേ? കേരളത്തിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ആദ്യഘട്ടങ്ങളിൽ കുറേ കോൺഗ്രസ് വോട്ടുകൾ അവരിലേക്ക് പോയി. ഇപ്പോൾ പോകുന്നത് CPM-നുള്ള വോട്ടുകളാണ് പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM-ആണ് അവരുടെ ലൈൻ മാറ്റുന്നത്.
അവർ ഇപ്പോൾ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ വ്യക്താക്കളായി മാറുകയാണ് അവരുടെ വോട്ട് ചോർച്ച തടയാൻ വേണ്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സെക്യുലർ നിലപാടുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. ഞങ്ങൾക്കതാണ് നല്ലത്. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ആ ലൈൻ ഓഫ് തിങ്കിങ് ഒരിക്കലും മാറ്റിയിട്ടില്ല. ഞങ്ങൾ ആ നിലയിലേ പോകുള്ളൂ. ഞങ്ങൾ എല്ലാ സമുദായങ്ങളും, പ്രത്യേകം മൈനോറിറ്റീസ് ആസ് വെൽ ആസ് മെജോറിറ്റി, ആ ബാലൻസ് കീപ്പ് അപ്പ് ചെയ്ത് ഞങ്ങൾ പോകും. ഈ കേരളത്തിൽ ഈ സെക്യുലറിസം എന്ന് മോട്ടോ വെക്കുക ഇപ്പോൾ ടേക്കേഴ്സ് ഉണ്ടോ? അതായത് ഇപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും അത് അംഗീകരിക്കുന്ന ജനമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കേരള ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. അതാണ് കേരള സ്റ്റോറി. അതാണ് ഈ BJPയുടെ ഗ്രോത്തിന് ശേഷം ആവർത്തിച്ച് അവർ ചോദിക്കുന്ന ഒരു സാധനമാണ്. LDFും UDFും ആവർത്തിച്ച് സെക്യുലർ പറയുന്നുണ്ട്. പക്ഷേ സെക്യുലറിസം എന്നൊരു സംഭവം ഇപ്പോഴും കേരളത്തിലെ പോപ്പുലേഷൻ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഇമാം നമ്മുടെ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി അവരുടെ മസ്ജിദുകൾ തുറന്നു കൊടുത്തത് ഒരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെയൊക്കെ മനസ്സിനെ വളരെ സ്വാധീനിച്ച കാര്യമാണ്. വേറെ വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുമോ? അവിടെ അടിയായിരിക്കും നടക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് കേരള. ദാറ്റ് ഈസ് സെക്യുലറിസം. അതാണ് കാണേണ്ട ഒരു കാര്യം. അൺഫോർച്ചുനേറ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇത് 10 വർഷം മുന്നേ ചെയ്യുമായിരുന്നു. പക്ഷേ അത് വളരെ നോർമലായിരുന്നു. ഇപ്പോൾ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെപ്പോലുള്ള പത്രക്കാർ കൊടുക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പണ്ടും ഇതുണ്ടായിരുന്നു, ഇപ്പോഴും ഇതുണ്ട്. ഇപ്പോൾ പ്രത്യേകത പിന്നെ പറയാൻ കാര്യം, ഇവിടെ BJP ഇത് ഫ്ലെയറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കേരള സ്റ്റോറിയൊക്കെ ഇറക്കിയപ്പോൾ ദിസ് ഈസ് കേരള സ്റ്റോറി എന്ന് നമ്മുടെ ഗവർണർക്ക് പോലും പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. കഴിഞ്ഞ ഇലക്ഷന് യു ഡി എഫ് തോറ്റതോടുകൂടി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കളോട് അറിയിക്കുക പോലും ചെയ്യാതെ എടുത്ത് മാറ്റുകയുണ്ടായത്. ഇത്തവണയും അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടായാൽ VD സതീശനും ഇതേ ഫെയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത്തവണ നമ്മൾ പ്രതിപക്ഷത്തല്ല, ഞങ്ങൾ ഭരിക്കാൻ പോവല്ലേ. വി ആർ ഗോയിങ് ടു റൂൾ ദ സ്റ്റേറ്റ്. വി ആർ നോട്ട് ഗോയിങ് ടു സിറ്റ് ഇൻ ദ ഓപ്പോസിഷൻ. അപ്പോൾ VD സതീശന് പേടിക്കേണ്ടതില്ല. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പാർട്ടി ഒരു തീരുമാനം എടുക്കും, എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.